150 സബിൽ നിന്ന് 500 സബ്ബായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം 500 സബ് ഇത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ചാനലിൽ കഴിഞ്ഞ ദിവസമാണ് 28,000 സബ് കംപ്ലീറ്റ് ആയത്. അപ്പോഴൊന്നും എനിക്ക് അത്ര ഹാപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു 6,000 അല്ലെങ്കിൽ 8,000 വ്യൂസ് വന്നിട്ടുണ്ടാവും. ഈ 8,000-ൽ സബ് ചെയ്തിട്ടുള്ളത് 500 പേരാണല്ലോ. അപ്പോൾ ഈ 500 പേര് എന്ന് പറയുന്നത് ചില്ലറ നമ്പേഴ്സ് അല്ല. കാരണം ഈ 500 ആളുകളും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്നു, അതുപോലെ ലൈക്ക് അടിക്കുന്നു, പിന്നെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു 1 മില്യൺ അടിച്ച സന്തോഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചാനലിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്പോൺസാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഫാമിലീസിൽ നിന്ന് വരെ എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിന് ആദ്യം താങ്ക്സ് പറയണമല്ലോ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. ഞാൻ തമ്പിനേലിട്ടത് 5000 സബ് എന്നാണ്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. 5000 സബ്ബാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് തന്നെ ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇനി ഇത് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങളുടെ ചാനലിൽ നിങ്ങളൊരു 100 സബ്ബുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം? സബ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിൻ്റെ ആദ്യത്തെ പടി ഞാൻ പറഞ്ഞു. ആദ്യത്തെ പടി എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എത്ര സബ്ബാക്കുമെന്ന് ഇപ്പോൾ തീരുമാനിക്കുക. ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എത്രയാണ് സബ് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. 100 ആണെങ്കിൽ 100, 200 ആണെങ്കിൽ 200. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ 200-ൽ നിന്ന് അടുത്ത ആഴ്ച ഞാൻ 250 സബ്ബാക്കും. 100 ഉള്ള ആൾക്കാർ 150 ആക്കും എന്ന് തീരുമാനം എടുക്കുക. ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് നിങ്ങൾ പോവാം. വലിയ ഒരു പെട്ടെന്ന് തന്നെ ഞാൻ 1000 സബ്ബാക്കും 2000 സബ്ബാക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും നമുക്ക് റീച്ച് ആവാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആവാൻ പറ്റിയില്ലെങ്കിൽ എന്താ കുഴപ്പം അറിയോ? നമ്മൾ മൈൻഡ് ആ ഫെയിലിയർ സ്വീകരിക്കുന്ന വേറെ രീതിയിലേക്ക്. മൈൻഡ് പറയും, നീ അത് പറഞ്ഞിട്ട് ഞാൻ തോറ്റല്ലോ. കാരണം ഇത് രണ്ടാൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്. നമ്മളും നമ്മുടെ മനസ്സും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ആ ഡിസ്കഷനിലാണ് പലപ്പോഴും നമ്മൾ മനസ്സിനെ അങ്ങ് പരാജയപ്പെടുത്തുക. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താ പറഞ്ഞാൽ, മനസ്സ് പറയും, നീ കഴിഞ്ഞ ആഴ്ചയിലൂടെ പറഞ്ഞത് 1000 സബ്ബാക്കുന്നു, എന്നിട്ട് ഇവിടെ 150 സബിൽ കിടക്കുകയാണല്ലോ എന്ന് പറയാം. എന്നെ കൊണ്ടൊന്നും ആവൂല, ഞാൻ ഇത് വിചാരിച്ചാലും ആവൂല എന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ് ഒഴിവാകുമെങ്കിലും മനസ്സത് കാര്യമായിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്രയും വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. എന്ത് ചെയ്യുക? 100 ഉള്ളവർ പറയാം, ഞാൻ ഒരാഴ്ച കൊണ്ട് 150 ആക്കും, ആയി എന്ന് തന്നെ തീരുമാനിക്കുക. അപ്പം 150 ആയിട്ടുണ്ടെങ്കിൽ മനസ്സ് പറയാം എന്താ, ആഹാ നീ ഉഷാറാണല്ലോ, 150 ആക്കിയല്ലോ, ഇനി നമുക്ക് അടുത്ത് പിടിക്കാം, 250 ആക്കാം. നിങ്ങൾ 250 ആക്കും, ഒരു സംശയവും വേണ്ട. അല്ല, ഇതിൽ വേറൊരു കാര്യം എന്താ അറിയോ? നിങ്ങൾ പലരുടെയും ചാനലിൽ കണ്ടിട്ട് എനിക്കുണ്ടാവുന്ന കോൺഫിഡൻസ് പോലും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരെ ചാനൽ കണ്ടു. എനിക്ക് ആ ചാനൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, പിന്നെ എക്സ്പെക്റ്റേഷനാണ്, എന്തായാലും സക്സസ് ആകുമെന്ന് തോന്നിയ പല ചാനലുകളുണ്ട്. പക്ഷേ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ അറിയോ? എന്ത് ചാനൽ, നമ്മുടെ ചാനലല്ലേ, അത് എപ്പോഴെങ്കിലും ആവുമായിരിക്കും എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ വിൽക്കുന്നത് എന്താ അപ്പോൾ അങ്ങനെ? കാരണം എനിക്കുള്ള കോൺഫിഡൻസ് പോലും നിങ്ങൾക്കില്ല. അതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം പറഞ്ഞ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമായിട്ടാണ്. നിങ്ങൾ സെറ്റിങ്സ് മാറ്റാൻ പോയാലൊന്നും ഇത് കിട്ടൂല. യൂട്യൂബിലെ സെറ്റിങ്സും മറ്റൊക്കെ മാറ്റി കഴിഞ്ഞാലൊന്നും ഈ പരിപാടി കിട്ടൂല. നിങ്ങൾ ആദ്യം ഇത് കൃത്യമായിട്ട് ചെയ്ത് നോക്ക്, നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ് ആവും. ഈ ഒരു കൗണ്ടിൽ ഞാൻ വലിയ നമ്പേഴ്സ് ഒന്നും പറഞ്ഞില്ല. 50 ഉള്ളവർ 100 ആവാൻ ആഗ്രഹിക്കുക, 100 ഉള്ളവർ 150 ആവാൻ ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ സക്സസ് ആവും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടിപ്സ് കൂടി പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇടുന്ന വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഷോർട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. ആ യൂട്യൂബിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഡിറ്റ് ഇൻ ടു ഷോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്താൽ അതിൻ്റെ താഴെ റീമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ റീമിക്സിൽ വന്നാൽ ആദ്യം കാണുന്ന എഡിറ്റ് ഇൻ ടു ഷോർട്സ്. ഈ എഡിറ്റ് ഇൻ ടു ഷോർട്സിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഷോർട്ടിലേക്ക് വരും. പക്ഷെ നമ്മൾ വീഡിയോ ഷോർട്സിൻ്റെ സൈസിലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് കുറച്ച് വലിയതായിട്ടാണ് വരിക. അപ്പോൾ അതിന് തൊട്ട് താഴെ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ആക്കി 2 ആക്കാൻ പറ്റും. അപ്പോൾ മുകളിലുള്ളത് കുറച്ച് ചെറുതും താഴെയുള്ളത് കുറച്ച് വലുതും, അങ്ങനെ ഏത് രൂപത്തിലും ആക്കാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നത് മുകളിലുള്ളത് കുറച്ച് ചെറുതും താഴെയുള്ളത് കുറച്ച് വലുതാക്കും. എന്നിട്ട് മുകളിലാണ് നമ്മൾ ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ആക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ കൂടുതലായിട്ടൊന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഷോർട്സ് നല്ലപോലെ കയറിപ്പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സബ് കൂടും.
ഉറപ്പായിട്ടും കൂടും. അതിപ്പോൾ ചെറിയ ചാനലുകളാണെങ്കിൽ ഇത് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഈ ചാനൽ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നിങ്ങളെടുത്ത് എൻ്റെ ചാനലിലെ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പണ്ടുണ്ടായത് 50 വ്യൂ ആണ് ഒരാഴ്ച മുന്നേ, ഇപ്പോൾ ഉള്ളത് 3000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഒരു ഐഡിയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്ന രീതി. സാധാരണ എല്ലാവരും യൂട്യൂബിലുള്ള ഷെയർ ലിങ്ക് എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലരും ഈ ലിങ്ക് വഴി കയറിയിട്ട് ഒരു 3-4 സെക്കൻഡ് കണ്ടിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് യൂട്യൂബ് മനസ്സിലാക്കുക ഈ വീഡിയോൻ്റെ ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ വീഡിയോൻ്റെ പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ പിന്നീട് അത് സജഷനിലേക്കൊന്നും പോകാതെ അവിടെ സ്റ്റക്കായിട്ട് കിടക്കും. പിന്നെ ഇംപ്രഷൻ, നമുക്കൊരു 10 ഇംപ്രഷൻ ആണെങ്കിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ട് വരുന്നത് 100 വ്യൂ ആണെങ്കിൽ അതും മിസ്മാച്ച് ആവും. അപ്പം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, നമുക്ക് കൊറി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കൊറി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് വരുന്നത് യൂട്യൂബ് സെർച്ചിലാണ് കാണിക്കുക. കാറ്റഗറി കാണിക്കുക യൂട്യൂബ് സെർച്ച് എന്നാണ് കാണിക്കുക. അതിപ്പോൾ യൂട്യൂബിൽ ആരോ സെർച്ച് ചെയ്തിട്ട് കാണുന്ന പോലെയാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ സജഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതും കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ പിന്നെ എൻ്റെ ചാനലിലിട്ടിട്ട് അത്യാവശ്യം റീച്ച് ആക്കിയത് അങ്ങനെയാണ്. ഒരു വീഡിയോ റീച്ച് ആക്കിയത് അങ്ങനെയാണ്. ഇനി നിങ്ങൾ ചോദിക്കുക ഈ കൊറി ലിങ്ക് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് കിട്ടണ്ടേ ചോദിക്കുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോർമാറ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ http://youtube.com/search കൊറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമാൻഡ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈക്വൽ ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെഷൻ തുടങ്ങുന്നത്. നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ആദ്യം തന്നെ, ഇപ്പോൾ എൻ്റെ ചാനലാണെങ്കിൽ സാബ് സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിൻ്റെ സാബ്സ് എന്നത് ഒരു വേർഡും സ്പേസ് ഇട്ടിട്ടാണ് ടോക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്പേസ് ഇതിൽ പറ്റില്ല, കാരണം നമ്മളിത് URL പോകുന്നതാണ്. URL എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഒക്കെ മുകളിൽ URL അഡ്രസ്സിനാണ് URL എന്ന് പറയുന്നത്. അപ്പോൾ ഈ URL-ലൂടെയാണ് പിന്നെ നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ സെർച്ച് കൊറിയിൽ ഞാൻ പറഞ്ഞ പോലെ സാബ് സ്റ്റോക്ക് എന്ന് പറയുന്നതിൻ്റെ സ്പേസ് ഒഴിവാക്കിക്കൊണ്ട് ഈ സ്പേസിൻ്റെ ഇടയിലൊക്കെ പ്ലസ് ഇടാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ചാനലിൻ്റെ പേര് എഴുതുമ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് ചാനലിൻ്റെ പേര് കഴിഞ്ഞ ശേഷം പ്ലസ് ഇട്ടിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ടൈറ്റിൽ, വീഡിയോൻ്റെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ, ആ വീഡിയോൻ്റെ ടൈറ്റിൽ എന്താ ചെയ്യുക, അതേപോലെ എഴുതിയിട്ട് അതിൻ്റെ സ്പേസും ഇതുപോലെ കളഞ്ഞിട്ട് പ്ലസ് 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 എന്നിട്ടിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് എല്ലാത്തിനും പ്ലസ് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലൂ കളറിൽ കാണും, നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ. എന്നിട്ട് അതും നിങ്ങളുടെ തമ്പനയിലും വെച്ച് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ ആരെങ്കിലും കയറി കാണുന്നുണ്ടെങ്കിൽ അവർ ആദ്യം കാണാൻ നിങ്ങളുടെ ചാനലിൻ്റെ പേജും അവിടെ ഈ തമ്പനയിലുള്ള വീഡിയോ ആണ് കാണുക. പിന്നെ അവർ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് CTRഉം കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും, നമുക്ക് വ്യൂസും കിട്ടും. ഇനി എല്ലാം സെർച്ച് കൊറിയിലാണ് വരിക. പിന്നെ നമ്മൾ വീഡിയോസ് കൂടി കുറച്ച് നന്നായാൽ ആളുകൾ കൂടുതലായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും റീച്ചും കിട്ടും, സബും കിട്ടും. ഇതാണ് 2 മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ പരീക്ഷ വെക്കുമോ, സക്സസ് ആവും. ചില ചാനലുകൾ ഇപ്പോൾ ഫെയിൽ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലെ വീഡിയോ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഫെയിൽ ആവുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട സൈഡാണ്. അപ്പം നിങ്ങൾ അതും കൂടി ഇമ്പ്രൂവ് ചെയ്താൽ ഉറപ്പായിട്ടും സക്സസ് ആവും. അപ്പം നിങ്ങളെല്ലാവരും പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യുമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഈ 150-ൽ നിന്ന് 200-ഉം 200-ൽ നിന്ന് 250-ഉം എന്തായാലും ആക്കുമല്ലോ. വലിയ സബുള്ളവരെ കാര്യം പറയാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ 5000-6000 ഉള്ളവരോട് ഞാനിതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അതൊക്കെ അറിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഞാൻ യൂട്യൂബിനെ കുറിച്ചിട്ട് ഇപ്പം നിലവിൽ ക്ലാസ് എടുക്കുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, തമ്പനയിൽ എങ്ങനെ നന്നായി ചെയ്യണം എന്നുള്ള ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അത് തുടക്കക്കാരായാലും അല്ല കുറച്ച് വ്യൂസ് ഉള്ളവരായാലും ഒരേപോലെ ആവശ്യമുള്ളതാണ്. കാരണം എല്ലാവരുടെയും തമ്പനയിൽ നിങ്ങൾ സ്വന്തം തന്നെ നോക്കിയാൽ മതി എങ്ങനെയുണ്ട് എന്നുള്ളത്. എൻ്റെ തമ്പനയിൽ റെഫറൻസ് ആയിട്ട് എടുത്തു. നിങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ തമ്പനയിൽ തന്നെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അതുപോലെയുള്ള തമ്പനെയിൽസ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കോഴ്സായിട്ടല്ല, അത് ഒരു നിങ്ങൾ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1 മന്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു 2 മന്ത് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്, കൺസൾട്ടിങ് ഒക്കെ രീതിയിൽ. അപ്പോൾ അതിൽ ചെയ്യുന്നത്, നിങ്ങളുടെ നല്ല ടോപ്പിക് ഉണ്ടെങ്കിൽ, നല്ല ടോപ്പിക്ക്, അതുപോലെ ഇത് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ആദ്യം മുതൽ തന്നെ, അതായത് വീഡിയോ ഇടാൻ തുടങ്ങുന്നത് മുതൽ തന്നെ എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിൽ പോയാൽ നമുക്ക് സക്സസ് ആവും എന്ന് വളരെ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഈ ചാനലും അതുപോലെ എൻ്റെ മുന്നേയുള്ള ചാനലുകളിലും പരീക്ഷിച്ച് സക്സസ് ആയ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് സക്സസ് ആവുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതിനോട് ആത്മാർത്ഥത വേണം,
കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് ഉള്ളവരായിരിക്കണം. പിന്നെ പഠിക്കാനും ഇതൊക്കെ ചെയ്യാനും കൂടി മനസ്സുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ആക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. പെയ്ഡ് ആണ് കേട്ടോ, രണ്ടും പെയ്ഡ് ആണ്, ഫ്രീ ആയിട്ടല്ല. കാരണം ഫ്രീ ആയി ചെയ്ത ആളുകൾ തീരെ അതിനൊരു വില കൊടുക്കുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാം പെയ്ഡ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.